ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ തിരക്കിട്ട പാചകമാണ്. അതായത് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ഇത്തിരി അടുക്കളയിൽ കിടന്നാൽ പിന്നെ തിരക്കാണ്, എല്ലാം ഒപ്പിച്ചെടുക്കണ്ടേ. അപ്പോൾ നമുക്ക് പാചകം കാണാം. എന്ത് വാർത്തിട്ടു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തോന്നി ഉച്ച കഴിഞ്ഞത്തേക്ക് ഒരു കടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇന്നലത്തെ മാവ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പുളിക്കാത്ത മാവ്, പുളി ഉള്ളത് പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി തേങ്ങ ചിരണ്ടിയെടുത്ത് 2 ഏലക്കായയും പൊട്ടിച്ച് ജീരകവും കൂട്ടി ചതച്ച് കുറച്ച് അതിന് ചേരുന്ന മധുരവും പഞ്ചസാരയും ചേർത്തിട്ട് അപ്പോൾ തന്നെ ആവിയിൽ ഒരു വട്ടയപ്പം പുഴുങ്ങിയെടുത്തു. അപ്പോൾ ആ വട്ടയപ്പം ഞാൻ കാണിച്ചു തരാം. നല്ല വട്ടയപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ വീർത്ത് പൊന്തിയിരുന്ന മാവ് 2 കൈലിഞ്ഞ് മാറ്റി. അതിലേക്കാണ് ഞാൻ ഈ പഞ്ചസാരയും ഇതൊക്കെ ചേർത്തിട്ട് ശരിക്കൊന്ന് കലക്കിയിട്ട് അപ്പോഴത്തേനും ആവിപാത്രത്തിൽ വെള്ളം തിളച്ചു, അതിലേക്ക് വെച്ചു. ഇത് വേവിച്ചെടുത്തതാണ്. നല്ല വട്ടയപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പുളി ഉണ്ടാകരുത്. പുളിയില്ലാത്ത മാവിൽ നമുക്ക് ഉണ്ടാക്കണതിന് കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളിയൊക്കെ അരച്ചതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ചുക ഈ വട്ടയപ്പത്തിന് നല്ലതല്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഒരു വട്ടയപ്പം 4 മണിക്ക് കടിക്കാനായിട്ടുണ്ടാക്കി. ഇടിയും ചക്ക ഒരു കഷ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് ഇറക്കി വെച്ചിരിക്കുന്നതാണത്. ഇത് ഇനിയിപ്പോൾ തോരനുണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് അങ്കിള് പോയി ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ചിക്കൻ ഞാൻ നന്നാക്കി എടുക്കാൻ പോവുകയാണ്. ക്ലീൻ ചെയ്തൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ വെക്കില്ല, അപ്പോൾ അത് ബോക്സിലൊക്കെ ആക്കി വെക്കണമല്ലോ. അപ്പോൾ അങ്കിള് ഉരുളക്കിഴങ്ങും സവാളയും ഇതെല്ലാനും നന്നാക്കി എടുക്കാനുള്ള ഒരുക്കത്തിലാണ്. സാധാരണ ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് ചാറുണ്ടാക്കാൻ കരുതി ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. എന്നും ഉണ്ടാക്കണ പോലെ തന്നെ ഇന്നും. അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നത് പകുതി എടുത്ത് ക്ലീൻ ആക്കട്ടെ. ചിക്കൻ കഴുകി കൊണ്ടുവന്നു. സാധനങ്ങളെല്ലാവരും അരിഞ്ഞു വെച്ചു. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി. പിന്നെ അതുകൂടാതെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പില ഇട്ട് വച്ചിട്ടുണ്ട്. കല്ലുപ്പാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇനിയുമുണ്ട് സാധനങ്ങൾ. വിനാഗിരി, ചൊറുക്ക അതെടുത്ത് വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്ത് വച്ചിട്ടുണ്ട്. ഇത്തിരി പുളി കുറഞ്ഞ തൈര് എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തോരം സാധനങ്ങളല്ലേ. ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പിടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഒക്കെ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇട്ടപ്പെട്ടപ്പെടപ്പെടേന്ന് പണിയാണ്, അങ്ങോട്ട് തീരും. ഇത് എന്തൊക്കെ നോക്കി അന്വേഷിച്ച് കൊണ്ടുവന്ന് അടുപ്പിച്ച് വെച്ച് വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴേ അതിൻ്റേതായ ഒരു എന്നാലും കുറവുകൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും വീഡിയോ പിടിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സവാള, പച്ചമുളക്, തക്കാളി ഇട്ടു. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയും വെളിച്ചെണ്ണയും തൈരുമാണ് കേട്ടോ. മുളക് പൊടിയും ഇപ്പം ഇടുകയാണ് ഞാൻ. ഒരങ്ങി പിന്നെ ഇടാം കേട്ടോ. ഇപ്പം അത്ര ഇടുന്നുള്ളൂ. ഇനി ഞാൻ വിനാഗിരി ഒഴിക്കുന്നത് തക്കാളി പുളിയാണെങ്കിലും മോരിന് ചെറിയ പുളി ഉണ്ടെങ്കിലും ഈ വിനാഗിരിയുടെ പ്രത്യേകത കറിക്ക് നല്ല എന്താ പറയണ കേടില്ലാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണത്.
അതുകൂടി ചേരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഞങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇനിയാണ് തിരുമ്മുന്നത് കേട്ടോ. തിരുമ്മി ഇതിൻ്റെ ഓരോ സത്ത്. ഇനി ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ശരിക്ക് തിരുമ്മി അതിലൊക്കെ അത് പിടിക്കുന്നത് പോലെ നമുക്ക് തിരുമ്മിയിട്ട് കുറച്ച് സമയം വെച്ചേക്കാം. സമയമുള്ളവർക്ക്, സമയമില്ലാത്തവർക്ക് ഇത് തട്ടി വെച്ചിട്ട് പോയി തേങ്ങ പൊട്ടിക്കാം, ചിരണ്ടിയെടുക്കാം. 1-ാം പാലും 2-ാം പാലുമായിട്ട് തിരിച്ചെടുക്കുക. അപ്പോഴത്തേനും വേണമെങ്കിൽ ഇത് അടപ്പത്ത് വെക്കണമെങ്കിൽ അടപ്പത്ത് വെച്ച് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ചിക്കൻ വെന്തതിന് ശേഷം പാലൊഴിച്ചാലും മതിയാകും. ഇനിയിപ്പോൾ അങ്ങനെ വെച്ചിട്ട് പാൽ ഒഴിച്ചില്ലെങ്കിലും നല്ലതാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല. ഇത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ആവി കൊള്ളിച്ച് ചെറിയ തീയിലിട്ട് തിളയ്ക്കുന്നത് വരെ നോക്കണം, ഇളക്കിയിടണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെറിയ തീയിലിട്ട് ഇളക്കി നമുക്ക് വേവിച്ച് അത് നല്ല ടേസ്റ്റാണ്. കഷ്ണം മാത്രത്തുമ്മ ഈ അരപ്പ് പിടിച്ച് കിട്ടാലേ. അപ്പം ഗ്രേവി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊരു കുഴപ്പം. അതിന് നല്ല രുചിയാണത്. അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്താലും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതാവുമ്പോൾ പിന്നെ ആ കഷ്ണം പിന്നെ ഞാൻ വേഗം പറക്കി തിന്നു. പിന്നെയും വേറെ കറി ഉണ്ടാക്കാൻ പോണ്ടി വരും. അത് കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മണമൊന്നും പുറത്തേക്ക് പോകാത്ത വിധം നമുക്ക് അടച്ചു വയ്ക്കാം. മസാലപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൂട്ടി തിരുമാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തല്ലേ. ഇറക്കാൻ നേരത്തെ ഒരു ഇത്തിരി എങ്ങാൻ ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടൂല, അത്രേ ഉള്ളൂ. 2-ാം പാലിൽ വെന്ത് കുറുകിയ ചിക്കൻ കറിയിലേക്ക് 1-ാം പാൽ ഒഴിക്കാൻ പാടും. ഇതൊന്ന് ചെറിയ തള വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. മസാലപ്പൊടി വെതറിയിട്ടുണ്ട്. ഒരു ഇത്തിരി മാത്രം കറി പാകമായി. ഇനി ചെറിയ ഉള്ളി കാച്ചി ഇടേണ്ടവർക്ക് ഇടാം. തിരക്കിട്ട പാചകം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനി വീണ്ടും ഒരു വീഡിയോയുമായി വരാം.